ഭാരതപ്പുഴയിൽ ഈ നേരത്തെ ഒരു മുങ്ങിക്കുളി ഒരു സുഖം തന്നെയാ. പിന്നെ അച്ഛൻ ആർക്ക് വേണ്ടി ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? വേറെ ആർക്ക് വേണ്ടിയാ? അച്ഛൻ മകന് വേണ്ടി കർമ്മമൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ബാലൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കാത്തിരിക്കുന്നതോ? ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ, അശ്വതി. അവൻ മരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചാടി മരിക്കും. അത് നിനക്കും അറിയാവുന്നല്ലേ. അപ്പൊ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടിയെന്ന് വെച്ചോളൂ. ഇതാരാ? ഞാൻ നമ്മുടെ അയമുട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ. ദാസാ, എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക്. ഒന്നാലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പാവ അശ്വതി, ഏട്ടൻ വരില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുവിന്റെ ഏട്ടൻ വരുമെന്ന്. ഏട്ടൻ വന്നാ ഈ ഉള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവുമാവോ? അച്ഛന് ദാസേട്ടനോട് വലിയ കാര്യാ. അപ്പോ അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേ? കണ്ണാ, കണ്ണാ. ആഹാ, അശ്വതിയോ? വാ വാ. കുറച്ചു നാളായി ഞാൻ ഇവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നെങ്കും കൊളുത്തുന്ന മീനല്ല, പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും. കൊളുത്തി ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊളുത്തുന്ന്. എത്ര നാളായി നീ എന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്നു. അശ്വതിക്ക് മീൻ ഇഷ്ടമാണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞു വരരുത്. അത് കൊള്ളാം. ഇത് കിന്നാരമാണോ? കേട്ടോ അശ്വതി, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ. അല്ല, അതുണ്ടാവും. ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത്? മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ, അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത്. എന്നാ ഞാനും അങ്ങനെ കാണുന്നത്. എടി മോളെ, പണ്ടെങ്ങോ ആറ്റിൽ വീണ് ചത്തവനെ ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നേ? പോടാ, അങ്ങനെ എന്റെ ബാലേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചടിച്ചാവും. ഹലോ, പിന്നെ ഞാനിതൊന്നും കണ്ടോട്ട് വന്നല്ല, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. എന്താ പ്രശ്നം? ഓ, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോ. നിങ്ങള് തമ്മിൽ തീർക്കാൻ നിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ലത്. കൈ വിടറാ. നീ ആരാ ചോദിക്കാൻ? വിടറാ കൈന്ന്. വിടറാ പന്നി.
കളഞ്ഞിട്ട് വാ. അടി ഇവിടെ, എടി ഇവിടെ വരെ. നിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇവിടെ വരെ. ലീലാവതി, എന്താ ഇത്? കണ്ടോ, ഇന്ന് വരെ ഒരുത്തനും എന്റെ മോളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. നേരാമണ്ണ ഇവളെ എനിക്കൊരു ആണിന് പിടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പേപ്പട്ടി ഓടുമ്പോൾ ഇന്നൊരുത്തന് ഇവളുടെ പിന്നാലെ ഓടില്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയൂ. ഇവിടെ തുടരുത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അപ്പൊ തുടങ്ങും. എന്ത് പ്രാന്താ ഇത്? അയ്യോ കാണിക്കുന്നേ. വേണ്ട, ഞാനല്ലാത്തതിന് കാരണക്കാരൻ. എന്നെ ഒന്ന് കൊന്നതാ. കൊല്ലന്നെ, കൊല്ലന്നെ. അച്ഛാ, എന്തായി കാണിക്കുന്ന? അച്ഛാ നിർത്താൻ. നീ വലിച്ചെറിഞ്ഞത് എന്റെ മോനെയാ. ആ വടി കൊണ്ട് തല്ലിക്കൊണ്ടാ അവനോട് ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു വരാത്ത കുറ്റത്തിന് അവനെ എനിക്കൊന്ന് തല്ലണമെന്ന് തോന്നിയാ, ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ. എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു. നീ അത് വലിച്ചെറിഞ്ഞു. പകരം നിനക്ക് എന്റെ മോനെ കൊണ്ട് തരാൻ പറ്റുമോ? പറ്റുമോ? പറ, പറ. ആരും തടയണ്ട. അന്ന് ഒരടി അടിച്ചപ്പോ എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ? അടിച്ചോ, അച്ഛന്റെ ബാലനെ വേദനിക്കില്ല. അച്ഛാ അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്. നീ എന്താ ഇതുവരെ പറയായിരുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരെയും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ, എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ. Listen to the